അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബഹുമാന സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ്, ഇതൊരു ഇൽമിന്റെ മജ്ലിസാണ്. ഇതൊരു ദിക്ർ ഔറാദ് പറയുന്ന, നമ്മൾ കേൾക്കുന്ന ഒരു മജ്ലിസാണ്. അല്ലാഹു തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഇന്ന് വിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ 29ാമത്തെ രാവാണ്. നാളെ 29ാമത്തെ പകലാണ്. നാളെ വ്യാഴാഴ്ച ദുൽഹിജ്ജ 29 അപ്പോൾ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് നാളെ മഗ്രിബോടുകൂടി നിലാവ് കണ്ടാൽ നമ്മളെല്ലാവരും മുഹറം മാസത്തിലായിരിക്കും ഉണ്ടാവുക. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹു തആല നമ്മൾ ചെയ്യുന്ന അമലുകളെല്ലാം സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി ഒരുപക്ഷെ നമ്മൾ വ്യാഴാഴ്ച നാളെ മഗ്രിബോടുകൂടി നിലാവ് കണ്ടില്ല എങ്കിൽ നമ്മൾ വെള്ളിയാഴ്ച ദുൽഹിജ്ജ മാസം 30 പൂർത്തിയാക്കുകയാണ്. അപ്പോൾ വെള്ളിയാഴ്ച മഗ്രിബോടുകൂടി നമ്മൾ പിന്നെ അൽഹംദുലില്ലാഹ് മുഹറം മാസത്തിലേക്ക് കടക്കുകയാണ്. അല്ലാഹു തആല നമ്മളെ സ്വീകരിക്കട്ടെ. നമ്മൾ ചെയ്യുന്ന അമലുകൾ അല്ലാഹു തആല കബൂലാക്കട്ടെ. വിശുദ്ധമായ ഒരു വർഷം നമ്മളിൽ നിന്നും വിട പറയാൻ ഒരുങ്ങുന്നു. പുതിയൊരു വർഷം നമ്മളെ കാത്തിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മളിപ്പോൾ ഉള്ളത് ദുൽഹിജ്ജ മാസത്തിൻ്റെ അവസാനത്തെ രാവ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. നാളെ ദുൽഹിജ്ജ മാസത്തിൻ്റെ അവസാനത്തെ പകലാവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഒരു വർഷം പോകുന്നു, മറ്റൊരു വർഷം വരുന്നു. അൽഹംദുലില്ലാഹ്, ഈ സമയത്ത് നമുക്ക് ഈ ഒരു വർഷം പോവുകയല്ലേ, അപ്പോൾ ചെയ്തു പോയ അബദ്ധങ്ങളും തെറ്റുകളൊക്കെ ഏറ്റു പറഞ്ഞ് ഒരു ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ മജ്ലിസ് തുടങ്ങാം. അല്ലാഹു തആല നമ്മുടെ മജ്ലിസും നമ്മുടെ ഇസ്തിഗ്ഫാറും എല്ലാം അല്ലാഹു തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചൊരു ഇസ്തിഗ്ഫാർ പറഞ്ഞാലോ? എല്ലാവരും പറഞ്ഞോ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു ഹുവൽ الغفور الرحيم. أستغفر الله العظيم إنه هو 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 الغفور الرحيم. നന്മയും തിന്മയും തൂക്കപ്പെടുന്ന മീസാൻ എന്ന തുലാസ് ഉണ്ടല്ലോ, ആ തുലാസിൽ ഏറ്റവും കൂടുതൽ ഭാരം തൂങ്ങുന്ന വാക്ക്, അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വാക്ക്, നമുക്ക് നാവ് കൊണ്ട് പറയാൻ എളുപ്പമുള്ള വാക്ക് പറഞ്ഞാലോ?
പറഞ്ഞോ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് 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 സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ദാരിദ്ര്യമില്ലാതിരിക്കാനും സമ്പത്ത് കുന്നുകൂടുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പൈസ അല്ല, നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട പൈസ അല്ലേ. നമുക്കൊരു ഹോസ്പിറ്റൽ കേസ് വന്നൊന്ന് പോയി ചികിത്സിക്കണ്ടേ, ആരുടെയും മുമ്പിൽ പോയി കൈനീട്ടേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ ഒരുപാട് ഇസ്മുകളുണ്ട്, നമുക്ക് സമ്പന്നത നേടിത്തരുന്ന ഇസ്മുകൾ. 3 ഇസ്മുകൾ ചേർത്തിട്ട് നമുക്കൊന്ന് പറഞ്ഞാലോ ഒരുപാട് നേട്ടം കിട്ടും, ഒരുപാട് ഗുണങ്ങളുണ്ട്. ഓരോ ഇസ്മിനും വ്യത്യസ്തമായ നേട്ടമാണ്. അത് 3ഉം ചേർത്ത് നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാം. അല്ലാഹു തആല നമ്മുടെ സമ്പത്തിലൊക്കെ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. പറഞ്ഞോ, യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി
الجلال والإكرام يا غني يا مغني يا ذا 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 الجلال والإكرام. ഇഴജന്തുക്കൾ അതുപോലെ തന്നെ മനുഷ്യനിൽ നിന്നുള്ള, പിശാചിൽ നിന്നുള്ള, മോശപ്പെട്ട ജിന്നുകളിൽ നിന്നുള്ള, എല്ലാ ജീവജാലങ്ങളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ തടയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പുണ്യമായ ഒരു ദിക്റാണ്. അത് വല്ലാത്തൊരു പവറുള്ള ദിക്റാണ്. ഇൻഷാ അല്ലാഹ് നമുക്കതൊന്ന് പറയാം. നമ്മൾ ഹദ്ദാദിലൊക്കെ പറയുന്ന ഒരു ദിക്ർ കൂടിയാണത്. അഊദു ബികലിമാതില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് 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 അഊദു ബികലിമാതില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. നമ്മളൊക്കെ മുസ്ലിമായി ജനിച്ച്, മുസ്ലിമായി ജീവിച്ച്, മുസ്ലിമായി മരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലേ? അപ്പം നമ്മുടെ ഈമാൻ സലാമത്ത, മരിക്കുന്ന സമയത്ത് മുസ്ലിമായി മരിക്കണം.
ഇൻഷാ അല്ലാഹ് ആ ഒരു നിയ്യത്ത് നമ്മുടെ മനസ്സിലുണ്ടാവണം. നമുക്കൊരു ഇസ്മു പറഞ്ഞാലോ, അതായത് ഒരു ഇസ്മും പിന്നെ ഒരു ദുആയും കൂടെ ചേർത്ത് പറയുന്ന ഒരു വാചകമാണ്. ഒരുപാട് നേട്ടമുണ്ട്, ഒരുപാട് മഹത്തുക്കൾ അവരുടെ ജീവിതത്തിൽ പറഞ്ഞ് ഒരുപാട് ഗുണങ്ങളുണ്ടായ പുണ്യമായ വചനമാണ് നമ്മൾ പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്നിച്ചു പറയാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. സ്വലാത്തുകൾ ഒരുപാടുണ്ടല്ലേ, സ്വലാത്ത് അല്ലേ? അള്ളാഹുവിൻ്റെ ഹബീബ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്നും മനാമിൽ കാണാൻ, സ്വപ്നത്തിൽ കാണാൻ ആഗ്രഹിക്കാത്തവരാരാണ്? നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല സൗഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മദീനയിൽ പോവാൻ അല്ലാഹു തആല അവസരം നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മുടെ എല്ലാ മുറാദുകൾ ഹാസിലാവാനും മദീനയിൽ പോവാനും മുത്തായ ഹബീബിൻ്റെ കൂടെ നമുക്ക് സ്വർഗത്തിൽ ഒരുമിക്കാനും ഒരുപാട് സ്വലാത്തുകളുണ്ട്. നമുക്കൊന്ന് പറഞ്ഞാൽ അതിൽപ്പെട്ട ഒരു പുണ്യമായ സ്വലാത്ത് പറഞ്ഞോ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്.
ഹബീബില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ. അൽഹംദുലില്ലാ, നമ്മുടെ ദിക്റിന്റെ സ്വലാത്തിന്റെ മജ്ലിസ് അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവിധത്തിലുള്ള നിഅമത്തും എല്ലാവിധ ബറക്കത്തുമുള്ള നല്ലൊരു മജ്ലിസാക്കി അല്ലാഹു തആല നമ്മുടെ മജ്ലിസിനെ നമ്മുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് ആളുകൾ ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസിൽ പ്രത്യേകം ഉസ്താദ് ദുആരക്കണമെന്ന് നിരവധി ആളുകൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും പ്രത്യേകിച്ച് കമന്റിലൂടെയൊക്കെ ആരൊക്കെ ദുആ ചെയ്യാൻ പറയുന്നു എല്ലാവർക്കും വേണ്ടി മൊത്തത്തിൽ ഇൻഷാ അല്ലാഹ് ദുആരക്കുന്നു. ഒരാളുകളെയും പ്രത്യേകം എടുത്തു പറയാനുള്ള ബുദ്ധിമുട്ട് കാരണം എല്ലാവരെയും ഒരുമിച്ച് നമ്മൾ ചേർത്ത് ഇൻഷാ അല്ലാഹ് ദുആരക്കുകയാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് ഫാത്തിഹയും അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ് ഒക്കെ ഓതിയിട്ട് നേരെ ദുആയിലേക്ക് കിടക്കാം. അല്ലാഹു തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. നാളെ നമ്മുടെ മജ്ലിസ് ഉണ്ടാകുട്ടോ, എല്ലാവരും പങ്കെടുക്കുക. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാഥാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. لا إله إلا أنت سبحانك إني كنت من الظالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. رب ارحمهما كما ربياني صغيرا. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات
അല്ലാഹുവേ പടച്ച റബ്ബേ ഞങ്ങളുടെ ഈ മജ്ലിസ് സ്വീകരിക്കണേ അല്ലാ. പരിപാവനമായ ഒരു വർഷം ഞങ്ങളിൽ നിന്നും വിട പറയുകയാണ്. ഹിജ്റ വർഷം 1446 വിട പറഞ്ഞ് പുതിയ ഒരു അറബി കലണ്ടർ ഞങ്ങളിലേക്ക് വരികയാണ്. 1447 എന്ന പുതിയ ഒരു ഹിജ്റ വർഷം വരുന്നു. നീ സ്വീകരിക്കണേ അല്ലാ. കഴിഞ്ഞു പോകുന്ന ഈ വർഷത്തിൽ ഞങ്ങൾ ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തവരാണ്, ഒരുപാട് തെറ്റുപറ്റിയവരാണ്. എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. വരുന്ന ഒരു വർഷം അത് ഖൈറിന്റെ വർഷമാക്കണേ അല്ലാ, സലാമത്തിന്റെ വർഷമാക്കണേ അല്ലാ, റഹ്മത്തിന്റെ വർഷമാക്കണേ അല്ലാ. ഞങ്ങളെ എല്ലാവരെയും നീ ഖബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് നിഅമത്തുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഏറ്റമേറ്റം നൽകണേ അല്ലാ. അല്ലാഹുവേ പരിശുദ്ധമായ ഈ മുഹറം മാസം ഒരുപാട് പ്രവാചകന്മാരെ നീ സഹായിച്ച മാസമാണ് റബ്ബേ. ഞങ്ങളെയും ഈ മാസവും ഇനിയുള്ള വർഷങ്ങളിലും നീ സഹായിക്കണയല്ലാ. സാമ്പത്തികമായ ബുദ്ധിമുട്ട് മാറ്റിത്തരണയല്ലാ. അല്ലാഹുവേ ശാരീരികമായ പ്രതിസന്ധികൾ മാറ്റണയല്ലാ, രോഗങ്ങൾ മാറ്റണയല്ലാ. ഈ കടവന്നു പോകുന്ന ദുൽഹിജ്ജ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, വരുന്ന മുഹറം മാസത്തിന്റെ ഹക്ക് കൊണ്ട്, രണ്ടും അല്ലാഹുവേ നീ ആദരിച്ച മാസമാണ്, നീ ബഹുമാനിച്ച മാസമാണ്. അല്ലാഹുവേ ആ മാസങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദും നീ ഹാസിലാക്കണേ അല്ലാ. വിഷമങ്ങള് സങ്കടങ്ങൾ ദൂരീകരിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഈ മുഹറം മാസത്തിൽ ഒരുപാട് നിനക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ. ഈ മുഹറം മാസവും അതുപോലെ കഴിഞ്ഞു പോകുന്ന പരിശുദ്ധമായ ഒരു വർഷം അല്ലാഹുവേ ഞങ്ങൾക്ക് അനുകൂലമായ സാക്ഷിയാക്കണേ അല്ലാ. അല്ലാഹുവേ ചെയ്തു പോയ തെറ്റുകളെല്ലാം ഈ മാസങ്ങളിലും അതുപോലെ ഇനി ചെയ്തു പോകുന്ന പല അബദ്ധങ്ങളും ഉണ്ടാവാം, എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ ഇനി തെറ്റിലേക്ക് പോകുന്നൊരവസ്ഥ തരല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. അവരുടെ എല്ലാവരുടെയും ഖബർ നീ വിശാലമാക്കണേ അല്ലാ. ഞങ്ങളും മരിച്ച് ഖബറിലേക്ക് പോകാനുള്ളവരാണ്, ഞങ്ങളുടെ ഖബറും നീ വിശാലമാക്കി തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. ഈ സദസ്സിൽ ആമീൻ പറയുന്ന അല്ലാഹുവേ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പാവപ്പെട്ട ഉമ്മമാര്, സഹോദരിമാര്, ഉപ്പമാര്, സഹോദരങ്ങള്, ഞങ്ങൾ നീ ഖായിബാക്കി മടക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മനസ്സിന്റെ ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, എത്രയോ ഉമ്മമാരും ഉപ്പമാരുമാണ്, പാവപ്പെട്ടവരാണ് അവര്. റബ്ബേ, ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ, ഞങ്ങളുടെ വീഡിയോകൾ ഞങ്ങളുടെ മജ്ലിസിന്റെ താഴെ ദുആ വസിയത്ത് പറയാറുണ്ട്, അവരുടെ സന്തോഷങ്ങൾ പങ്കിടാറുണ്ട്, അവരുടെ വിഷമങ്ങൾ പറഞ്ഞ് ദുആ വസിയത്ത് അറിയിക്കാറുണ്ട്. ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറയുന്നു, അവരുടെയും ഞങ്ങളുടെയും മനസ്സിന്റെ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. വേദനകൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, രോഗങ്ങൾ മാറ്റിത്തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കടമാണ് ഉസ്താദ്, എങ്ങനെ വീട്ടുമെന്നറിയില്ല. അല്ലാഹുവേ കടക്കാരായി ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. കടങ്ങൾ വീട്ടാനുള്ള എളുപ്പവഴി അവർക്കും ഞങ്ങൾക്കും തുറന്നു തരണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ കുടുംബത്തിൽ ബറക്കത്തും സലാമത്തും നൽകണേ അല്ലാ. സ്വസ്ഥതയും സമാധാനവും നൽകണേ അല്ലാ. ഒരുപാട് സഹോദരിമാർ ഒരുപാട് പ്രയാസത്തിലാണ്, ഒരുപാട് സഹോദരങ്ങൾ പ്രയാസത്തിലാണ്. റബ്ബേ, എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങൾക്ക് നീ പരിഹാരം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാ. വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണെന്ന രൂപത്തിലാണ്. റബ്ബേ, ഞങ്ങളുടെ മക്കൾ നീ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാക്കണേ അല്ലാ. ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവൻ, ഞങ്ങളെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന പൊന്നുമക്കളാക്കി ഞങ്ങളുടെ മക്കളെ മാറ്റണേ അല്ലാ. അല്ലാഹുവേ, അവരുടെ പഠനത്തിൽ, അവരുടെ ജീവിതത്തിൽ നീ ഉയർച്ചയും വളർച്ചയും കൊടുക്കണേ അല്ലാ. പരീക്ഷകളിൽ ഉന്നതമായ മാർക്ക് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ഖൈർ കൊടുക്കണേ അല്ലാ. ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടവരാണ്, അവർക്ക് നീ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ഭാര്യമാരെ കാക്കണേ അല്ലാ. അല്ലാഹുവേ, മജ്ലിസിലുള്ള ഉമ്മമാര്,
ജീവിതത്തിൽ ഒരുപാട് വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും സഹിച്ചവരാണ് ഞങ്ങളുടെ ഉമ്മമാരും ഞങ്ങളുടെ സഹോദരിമാരും. റബ്ബേ, അവരെ നീ ഇനി വേദനിപ്പിക്കല്ലേ അല്ലാ, അവർക്ക് നീ ഇനി സങ്കടം കൊടുക്കല്ലേ അല്ലാ. ഈ പാവപ്പെട്ട ഉമ്മമാരെ നീ കബൂലാക്കണേ അല്ലാ. അവരുടെ ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും പറയാൻ അവര് വിതുമ്പി നിൽക്കുകയാണ്. റബ്ബേ, അവരുടെ വിഷമങ്ങൾ നീ കാണണേ അല്ലാ, സമാധാനം കൊടുക്കണേ അല്ലാ. ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന ഒരുപാട് ഉപ്പമാരുണ്ട്, സഹോദരന്മാരുണ്ട്, അവർക്ക് നീ ഖൈർ കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെയും അവരുടെയും ബിസിനസ്സിലും കച്ചവടത്തിലും നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഇടപാടുകളിൽ എല്ലാവിധത്തുള്ള നിഅമത്തും തരണേ അല്ലാ. കച്ചവടം ലാഭകരമാക്കണേ അല്ലാ. അല്ലാഹുവേ, കഷ്ടനഷ്ടങ്ങൾ വരുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ. എല്ലാവിധത്തുള്ള ആപത്ത് മുസീബത്തുകളെ തൊട്ട് കാക്കണേ റബ്ബേ. അല്ലാഹുവേ, പടച്ചവനെ, ഒരുപാട് രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന കാലമാണ്. അല്ലാഹുവേ, മാരകമായ ക്യാൻസർ പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ പേരില്ലാത്ത മരുന്നില്ലാത്ത രോഗങ്ങളെ കൊണ്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ, അവകൾ തന്ന് പരീക്ഷിക്കല്ല റബ്ബേ. ഒരുപാട് ഉമ്മമാർക്ക് ഒരുപാട് ക്യാൻസർ അസുഖം വന്നിട്ട് രോഗങ്ങളായി ഹോസ്പിറ്റലിൽ കഴിയുന്നുണ്ട്, വീടുകളിൽ കഴിയുന്നുണ്ട്. അതുപോലെ നരമ്പിന്റെ ന്യൂറോയിഡ് പ്രശ്നങ്ങൾ ഉള്ളവരുണ്ട്. അതുപോലെ തന്നെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ പോലെ ഒരുപാട് രോഗങ്ങൾ പിടിപെടുന്ന ഒരുപാട് സഹോദരിമാരും സഹോദരങ്ങളും എല്ലാവർക്കും നീ ശിഫാ കൊടുക്കണേ അല്ലാ. ഞങ്ങൾ കഴിക്കുന്ന മരുന്നിൽ നീ ശിഫാ തരണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ലോക മുഅ്മിനീങ്ങൾക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. എല്ലാവർക്കും നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ. ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഒരുപാട് പേര് പ്രയാസത്തിലാണ്, സങ്കടത്തിലാണ്. അല്ലാഹുവേ, യുദ്ധഭീതിയിലാണ് പല സ്ഥലങ്ങളും. എല്ലാവർക്കും സമാധാനവും റാഹത്തും കൊടുക്കണേ അല്ലാ. ഇസ്ലാമിന്റെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. മുസ്ലിമീങ്ങൾക്ക് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ. പല സ്ഥലത്തും മഴ കനക്കുകയാണ്, എന്നാൽ വിവിധ സ്ഥലങ്ങളിൽ മഴയില്ലാതെ നല്ല ചുട്ടുവേനലിൽ പൊള്ളുന്ന ആളുകളുമുണ്ട്. അല്ലാഹുവേ, ഖൈറായ മഴ ഞങ്ങൾക്ക് തരണേ അല്ലാ. ഷർറായ അദാബായ മഴയെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളുടെ വീടുകളിൽ നീ ബറക്കത്ത് തരണേ അല്ലാ, സലാമത്ത് തരണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഒരുപാട് അപകടങ്ങൾ കൂടുന്ന കാലമാണ്. ഞങ്ങളൊക്കെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ്, ട്രെയിനുകളിലും അതുപോലെ ഫ്ലൈറ്റുകളിലൊക്കെ സഞ്ചരിക്കുന്നവരാണ്. അപകടങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ. ആക്സിഡന്റ് മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, എല്ലാവിധത്തുള്ള നിഅമത്തും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഈ സദസ്സ് സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ സദസ്സിൽ ഞങ്ങളെ ചൊല്ലിയ എല്ലാവിധത്തുള്ള ദിക്റുകൾക്കും തസ്ബീഹുകൾക്കും ഒരുപാട് പ്രതിഫലം ഉണ്ടല്ലോ, അത് മുഴുവനും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് നാളെയും നമ്മുടെ മജ്‌ലിസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക. നമ്മുടെ മജ്‌ലിസിന്റെ ഈ ലിങ്ക് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഖബൂലാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്നത്തെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ വിശുദ്ധമായ മുഹറം ഇതാ തൊട്ടരികത്തെത്തിയിരിക്കുകയാണ്. മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ രാവിലോ പകലിലോ 113 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി വെക്കും. ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതെപ്പോഴാണ് അത് എഴുതേണ്ടത്, എങ്ങനെയാണ് എഴുതേണ്ടത്, ഏത് മഷി കൊണ്ടാണ് എഴുതേണ്ടത്, ഏത് പേപ്പറിലാണ് എഴുതേണ്ടത്. ഓരോ ആളുകളും ആ എഴുത്തിൻ്റെ സമയത്ത് അശ്രദ്ധമായി പോകുന്നുണ്ട്. അത് പോവാതിരിക്കാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 113 പ്രാവശ്യം എങ്ങനെ പ്രാക്ടിക്കലാക്കി നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്. എങ്ങനെ എഴുതാമെന്ന് നമ്മളിതാ ദൃശ്യത്തിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ്, എഴുതി നമ്മൾ കാണിച്ചു തരുകയാണ്. ആ വീഡിയോ കാണുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാകും. ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക.